ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റിന് വേണ്ടിയല്ലാത്ത ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. There are certain organizations which are set up for providing services to its members and public in general. എന്താ പറയുന്നത്, ചില ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ ചില ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. സച്ച് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് ക്ലബ്സ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, റിലീജിയസ് ഓർഗനൈസേഷൻസ്, ട്രേഡ് യൂണിയൻസ്, വെൽഫെയർ സൊസൈറ്റീസ് ആൻഡ് സൊസൈറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ചില ഓർഗനൈസേഷൻസ് അവർ സർവീസ് മെമ്പേഴ്സിനും പബ്ലിക്കിനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ചില ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ് എല്ലാം സർവീസ് റിലീജിയസ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ട്രേഡ് യൂണിയൻസ് ആയാലും എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ നമുക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഏതൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയ ഫസ്റ്റത്തെ ക്ലബ്ബ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, റിലീജിയൻസ് ഓർഗനൈസേഷൻസ്, ട്രേഡ് യൂണിയൻസ്, വെൽഫെയർ സൊസൈറ്റീസ്. ഇതെല്ലാം നമുക്ക് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനായിട്ട് അത് ചെയ്യുക. ദിസ് ഓർഗനൈസേഷൻ ഹാവ് സർവീസ് ആസ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോട്ട് ദ പ്രോഫിറ്റ് ആസ് ഇസ് ദ കേസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ബിസിനസ്. എന്താണ് ഇങ്ങനത്തെയുള്ള ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരിക്കലും പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, സേവനങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമായിരിക്കും അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നത്. നോർമലി ദിസ് ഓർഗനൈസേഷൻ ഡു നോട്ട് അണ്ടർടേക്ക് എനി ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് are managed by trustees who fully accountable to their members and the society for the utilization of the funds raised for meeting the objectives of the organization. എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒരിക്കലും അവർ ഒരു ആക്ടിവിറ്റീസും അണ്ടർടേക്ക് ചെയ്യുന്നില്ല. ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ട്രസ്റ്റി വഴി ഫുള്ളി അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അതായത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യാനായിട്ടുള്ളതും അതിനോട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള മെമ്പേഴ്സിനെ വെച്ചുകൊണ്ടാണ് അവർ ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഈ മെമ്പേഴ്സിന് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ വെച്ചായിരിക്കും ഓർഗനൈസേഷൻസ് മുന്നോട്ട് പോകുന്നത്. ഹെൻസ് ദേ ഓൾസോ ഹാവ് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ടേക്ക് ദ ഫോം ഓഫ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതിനകത്ത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് അക്കൗണ്ട്സ് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടായിട്ടാണ്. അതായത് ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ നമ്മൾ റെസിപ്റ്റായി വെക്കുകയും നമ്മളിൽ നിന്ന് ചിലവാകുന്നത് പേയ്മെൻറ്റ് എന്ന ഇതിലുമാണ്, അക്കൗണ്ട്സിലാണ് ഇത് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തൊക്കെയാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ആൻഡ് ബാലൻസ് ഷീറ്റുമാണ്. അറ്റ് ദ എൻഡ് ഓഫ് എവറി അക്കൗണ്ടിങ് പീരീഡ്, നോർമലി ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അല്ലേ? ദിസ് ഈസ് ഓൾസോ എ ലീഗൽ റിക്വയർമെൻറ്റ് ആൻഡ് ഹെൽപ്പ് ദം to keep track to their income and expenditure, the nature of which different from those of the business organization. In this chapter we shall learn about the accounting aspect related to
നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇനി പോകുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു ഇൻട്രോയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.